അനുമോദ ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ ഇതൊരു സെമി ഫൈനൽ എന്ന തരത്തിൽ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട പേരുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശബരിനാഥ് തൊട്ട് അത് തുടങ്ങുകയാണ് എന്ന് കെ മുരളീധരൻ തന്നെ പറയുന്നു. പദയാത്രയ്ക്ക് തുടക്കമിടുന്നു. ആ തരത്തിൽ തുടങ്ങുമ്പോൾ വടക്കോട്ട് പോകുമ്പോൾ ഏത് തരത്തിലാണ് UDFിൻ്റെ ഒരു തന്ത്രം എന്നുള്ള വിഷയമാണ്. ഇപ്പോൾ RSP ആണെങ്കിലും ലീഗാണെങ്കിലും ഒക്കെ ചോദിക്കുന്ന കൂടുതൽ സീറ്റുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നു കോൺഗ്രസ് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച കോൺഗ്രസിന് ചെയ്യാതെ കഴിയുകയില്ല എന്ന ഒരു തരത്തിൽ ലീഗിൻ്റെ 3 ടേം തൽക്കാലം അതിൽ മാറി ഇളവ് നൽകിയതിലുണ്ടായ യൂത്ത് ലീഗിൽ നിന്ന് ഉയർന്ന വിഷയങ്ങൾ ഒരു വശത്ത്, PV അൻവറുമായി ബന്ധപ്പെട്ട് അൻവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDFിനെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തിയ നീക്കമൊക്കെയുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ UDFുമായിട്ട് നിൽക്കുമ്പോൾ ഏത് തരത്തിൽ മലബാറിൽ ഇത്തവണ ഇടതുപക്ഷം കാണുന്ന പ്രതീക്ഷ, BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തി വോട്ട് പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ, ഏത് തരത്തിലാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള ചിത്രം? വടക്കൻ കേരളത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ ആധിപത്യമുള്ള മേഖലകളാണ് കൂടുതലായിട്ട് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ളത്. മലപ്പുറത്തിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ അതേ ഫോർമുലയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിരിക്കും UDFിൻ്റെ നീക്കം. കാരണം ഇവിടെ UDFിൻ്റെ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ ലീഗിനാണ് കോൺഗ്രസിനേക്കാൾ മേൽക്കൈ എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസ് അധികം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സാധ്യത കുറവാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. ഇവിടെ മലപ്പുറം ജില്ലയിലേക്ക് കൃത്യമായി എടുത്ത് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 32-ൽ 22 ലീഗും 10 മാത്രമാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ 94 പഞ്ചായത്തിൽ 70 UDF ആണ് ഭരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 12 നഗരസഭകളിൽ 3 മാത്രമാണ് LDFിനുള്ളത്. അപ്പോൾ കൃത്യമായ UDFിൻ്റെ മേൽക്കൈ ആധിപത്യമുള്ള ജില്ലയാണ് മലപ്പുറം. അതിൽ തന്നെ ലീഗിനാണ് എല്ലായിടത്തും മുൻതൂക്കമുള്ളത്. കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഒരു നഗരസഭ പോലുമില്ല. അപ്പോൾ മുൻപത്തെ അതേ പാറ്റേണിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് UDFിൻ്റെ ആലോചന ഉള്ളത്. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജയിച്ച സീറ്റുകൾ നിലനിർത്തുക, കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന തരത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് PV അൻവറിനെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ അൻവർ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ ലീഗിൻ്റെ അതൃപ്തി VMS എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അൻവറിനെ സംബന്ധിച്ച് തൻ്റെ കരുത്ത് തെളിയിക്കുവാൻ, തനിക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിവാര്യമാണ് എന്നാണ് അൻവറിൻ്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം. കാരണം UDFിൻ്റെ ഭാഗത്തുനിന്നുള്ള വാഗ്ദാനങ്ങൾ അത് പലപ്പോഴും നീണ്ടു പോയ ഒരു ചരിത്രമുള്ളത് കൊണ്ട് തന്നെ UDFിനെ സമ്മർദ്ദത്തിലാക്കാൻ കൂടി വേണ്ടിയാണ് അൻവർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത്. നിലമ്പൂർ മേഖലയിലാണ്, നിലമ്പൂരിലും അതേപോലെ വഴിക്കടവ്, ചുങ്കത്തറ, വണ്ടൂർ തുടങ്ങിയ മേഖലകളിലാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥികളെ അൻവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപോലെ നടക്കുന്ന UDFിൻ്റെ ചർച്ചയിലാണ് അൻവറിൻ്റെ പ്രതീക്ഷ മുഴുവൻ. എങ്ങനെയായിരിക്കും തന്നെ പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ പ്രഖ്യാപനങ്ങൾ എന്നാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും അൻവറിനെ ഒപ്പം നിർത്തി തന്നെ കൊണ്ടുപോകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം LDFിനെതിരായ പോരാട്ടത്തിൽ അൻവറിൻ്റെ സാന്നിധ്യം പല മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നൊരു കണക്കൂട്ടലാണ് UDFിനുള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു സീറ്റ് വിഭജനം അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം അതിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. PV അൻവറിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് മലപ്പുറം മറ്റ് ജില്ലകളിൽ, കോഴിക്കോടാവട്ടെ കണ്ണൂരാവട്ടെ മറ്റ് ജില്ലകളിലൊക്കെ കോഴിക്കോടൊക്കെ കൂടുതൽ സീറ്റുകൾ ലീഗിന് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. അത്തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ട് തന്നെയാണ് ഈ കോൺഗ്രസ് പല മേഖലകളിലുള്ളത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്ക് കണ്ണൂരും കാസർഗോഡും ഒക്കെയാണ് വലിയ പ്രതീക്ഷയുള്ളത്. മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് വളരെ കുറവാണ്. കോഴിക്കോടാണെങ്കിലും മലപ്പുറത്തേക്കാൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കണക്കൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അനുമോദ്, അതോടൊപ്പം തന്നെ നമുക്ക് ഇടതുപക്ഷത്തിന്റെ കാര്യത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമി, SDP അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കക്ഷികളുമായിട്ട് സന്ധി വേണ്ട, തെരഞ്ഞെടുപ്പ് ധാരണ വേണ്ട എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ CPM സർക്കിളിലൊക്കെ കൊടുത്ത് വിടുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉയർന്ന പല വിവാദങ്ങളുമായും ബന്ധപ്പെട്ടും മലബാറിൽ ലീഗിന് ശക്തി കുറഞ്ഞ സ്ഥലങ്ങൾ ഇടത്തുപോലും ഇടതുപക്ഷം കൃത്യമായ രീതിയിൽ ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ടോ? ഏത് തരത്തിലാണ് കാണുന്നത്?
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു ഫോർമുല ജയിക്കാൻ ആവശ്യമായ തരത്തിൽ സഖ്യകക്ഷികളെ ഉണ്ടാക്കി അടവ് നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. അത് വെൽഫെയർ പാർട്ടിയുമായിട്ടും SDPI വരെ എല്ലാ കക്ഷികളും സാഹചര്യം അനുസരിച്ച് ഇവിടെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, വെൽഫെയർ പാർട്ടി അവരുടെ ആ പിന്തുണ നേരത്തെ തന്നെ UDF-നൊപ്പമായിരിക്കുമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുൻപൊക്കെ ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിൽ LDF-നൊപ്പമാണെങ്കിൽ മറ്റൊരു പഞ്ചായത്തിൽ ചിലപ്പോൾ UDF-നൊപ്പമാകുമെന്ന തരത്തിലേക്കുള്ള നയങ്ങൾ വെൽഫെയർ പാർട്ടി സ്വീകരിച്ചെങ്കിൽ ഇത്തവണ UDF-നൊപ്പമാകുമെന്നൊരു തരത്തിലുള്ള സൂചന നൽകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇവിടെ LDF-നെ സംബന്ധിച്ച് പല വാർഡുകളും അവർക്ക് പല പഞ്ചായത്തുകളും ഈ അടവ് നയത്തിൻ്റെ പിന്തുണയുടെ പിടിച്ചെടുക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാന വശം. നമ്മൾ 2016 മുതൽ കാണുന്നതാണ് മലപ്പുറത്തെ പല പഞ്ചായത്തും ജനകീയ മുന്നണി, സാമ്പാർ മുന്നണി എന്നെല്ലാം പേരിട്ടിട്ടുള്ള ലീഗിനെതിരെ മറ്റെല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്ന് ഭരണം പിടിച്ചെടുക്കുകയും തുടർന്ന് ലീഗിനെ പ്രതിപക്ഷത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നടപടികൾ. അപ്പോൾ ഇത്തവണ വെൽഫെയർ പാർട്ടി പക്ഷേ അവരുടെ തീരുമാനം ഇത്തരത്തിലാണെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അവരുണ്ടാകില്ല എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ SDPI തവണ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആർക്കും പിന്തുണയില്ല എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. BJPയെ സംബന്ധിച്ച് പാലക്കാടാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ഒരു മേഖല. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലാകട്ടെ അവർക്ക് സീറ്റുകളുണ്ട് പല നഗരസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ. താനൂരാവട്ടെ, നിലമ്പൂരാവട്ടെ, അവിടേക്ക് BJPയുടെ ശക്തി അവർക്ക് സാന്നിധ്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനൊപ്പം കോഴിക്കോടാവട്ടെ, അങ്ങനെ മുൻപ് സാന്നിധ്യം അറിയിച്ചിടത്ത് കൂടുതൽ സീറ്റുകൾ നേടി അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ വളർച്ച തെളിയിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം തീർക്കുകയാണ് BJPയും ലക്ഷ്യമിടുന്നത്. എന്നാണെങ്കിലും ഇവിടെ ഇത്തവണ മലബാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതിൽ PV അൻവറിൻ്റെ സാഹചര്യം, PV അൻവറിനെ UDF ഒപ്പം ചേർക്കുമോ അതോ അകറ്റി നിർത്തുമോ എന്നുള്ളത്. രണ്ടാമതായിട്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപനം വരികയാണെങ്കിൽ അത് ഏതെല്ലാം മേഖലകളിൽ LDF-ന് ദോഷം ചെയ്യും. അതായത് മുൻപ് പലപ്പോഴും അടവ് നയത്തിൻ്റെ ഭാഗമായി LDF-നൊപ്പം നിന്ന വെൽഫെയർ പാർട്ടി ഇത്തവണ പൂർണ്ണമായും UDF-നൊപ്പമാകുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും? UDF-ന് മലബാർ മേഖലയിൽ അത് ഗുണം ചെയ്യുമ്പോൾ ആ പിന്തുണ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. CV അനുമോദ വിവരങ്ങൾ നൽകുന്നത് മലബാറിലെ ഒരു ചിത്രമാണ്. മധ്യ കേരളത്തിൽ നിന്ന് G ശ്രീജിത്ത് നമുക്ക് പോലും നേരത്തെ ഡാനിപ്പോൾ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് നൽകിയതുപോലെ സമുദായ സമവാക്യങ്ങളടക്കം നിർണായകമാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ ശ്രീത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഡാന്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കോൺഗ്രസ് തിരുവനന്തപുരം തൊട്ട് എടുക്കുന്ന ആ ഒരു ജാഗ്രത കൃത്യമായ രീതിയിൽ KPCC കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി തന്നെ ഈ പ്രചാരണ യാത്രകളൊക്കെ നിരീക്ഷിക്കാനൊക്കെ ഉണ്ടാകുക. ആ തരത്തിൽ തലപ്പത്ത് നിന്ന് തുടങ്ങുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെയാണ്. അപ്പോഴും UDF-ൽ RSP ആണെങ്കിലും ലീഗാണെങ്കിലും ഒക്കെ ഈ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. കഴിഞ്ഞ തവണത്തതുപോലെ അത് മാറ്റി നിർത്താൻ കഴിയില്ല. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തൊട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഈ ആവശ്യങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നും RSPയുടെ ഭാഗത്തുനിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏത് തരത്തിലായിരിക്കും ഈ ഘടകകക്ഷികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് തന്നെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇതല്ലാണ്ട് മറ്റെന്തെങ്കിലും അജണ്ട പാർട്ടിയുടെ മുന്നിലുണ്ടോ? അതായത് 101 വാർഡുകളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. അതിൽ ഏതാണ്ട് 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഘടകകക്ഷികളുമായി അടക്കം നടത്തിയ ചർച്ചയിൽ, അതായത് ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. അങ്ങനെയാണ് 50 പേരുടെ പട്ടിക ആയിരിക്കാം ആദ്യഘട്ടത്തിൽ പുറത്തു വരികയെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഈ പിടിവാശികൾക്കൊക്കെ അപ്പുറത്തേക്ക്